ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഡിയോ വണ്ടി ജനറൽ സർവീസിനായിട്ട് വർക്കിന് കയറിയിട്ടുണ്ട്. ജോബ് കാർഡിൽ പറഞ്ഞത് ജനറൽ സർവീസ് ചെയ്യുക, ബ്രേക്ക് ചെക്ക് ചെയ്യുക, പ്ലഗ് മാറ്റുക, എൻജിൻ ഹാങ്ങറിൻ്റെ ബുഷ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട് വീൽ ഇടയ്ക്ക് ടൈറ്റ് ആവണം, പെട്രോൾ ടാപ്പ് ചെക്കപ്പ്, ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞാണ് അവർക്ക്. നമുക്ക് ഏകദേശം 98,500 കിലോമീറ്ററോളം, അതായത് 1,00,000 കിലോമീറ്ററിന് ഒരു 1,500 കിലോമീറ്ററാണ് കുറവുള്ളത്. അപ്പോൾ നമ്മൾ സർവീസിനോടനുബന്ധിച്ച് വണ്ടി ഓടിച്ചു നോക്കി. വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് വണ്ടിക്ക് വലിയിൽ ഒരുപാട് വ്യത്യാസമുണ്ട്, വലിയ കുറവ് കാണുന്നുണ്ട്. അത് എൻജിൻ ഹെഡിനകത്ത് എനിക്ക് തോന്നുന്നു കരിയുടേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. അതേപോലെ തന്നെ കാർബേറ്ററിനകത്ത് ഈ പറഞ്ഞ പോലെ കാർബേറ്റർ സ്ലോ ജെറ്റ് കാര്യങ്ങളൊക്കെ ബ്ലോക്ക് വന്നാലും വലിയുടെ പ്രശ്നം കാണിക്കും. പക്ഷേ എൻജിൻ ഹെഡിലെ കരിയുടെ പ്രശ്നമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വലിയ കുറവ് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ട് തന്നെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ലൈൻഡർ നമുക്ക് ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡറാണ് അതുമ്പോൾ കിടക്കുന്നത്. മാക്സിമം അഡ്ജസ്റ്റിങ്ങിലേക്ക് ആയിട്ടുണ്ട്. ഇതിൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇതിക്ക് മുമ്പ് നമ്മൾ ഹബ്ബ് പോളിഷ് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രേക്ക് 100% ഫുള്ള് തീർന്നിട്ടല്ല. ഇവിടെ നോക്കുമ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റിങ് മാക്സിമം എൻഡിലേക്ക് എത്തിയിട്ടുണ്ട്, ഇത്രയും ഭാഗത്തേക്ക് കയറി വന്നിട്ടുണ്ട്. ഇനി ആകെ 2 ത്രെഡ് കൂടിയാണ് ടൈറ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ അത് ടൈറ്റ് ചെയ്യാനില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ബ്രേക്ക് ലൈൻഡർ മാറ്റേണ്ടി വരാം കേട്ടോ. അപ്പോൾ തൽക്കാലം ബ്രേക്ക് ലൈൻഡർ മാറ്റി ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം. ടയർ ബാക്കിലത്തെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത് അത്രയാണ്. പിന്നെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യണുണ്ട്. എയർ ഫിൽറ്റർ കമ്പനി ഫിൽറ്റർ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. നമുക്കൊന്ന് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. പിന്നെ അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ക്ലച്ച് ഭാഗം CVT ക്ലച്ച്, ബെൽറ്റ് ഡ്രൈവാണ് നമുക്ക് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിനകത്ത് അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ പീസെറ്റ് സ്ലൈഡ് എന്ന് ഈ ഒരു യൂണിറ്റ് പ്ലാസ്റ്റിക് ടൈപ്പ് ആയിട്ടാണ്. അത് മൊത്തത്തിൽ നല്ല രീതിയിൽ ഓവലായി പോയിട്ടുണ്ട്. അത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സെപ്പറേറ്റർ ബുഷ് എന്ന് പറയാം, വി ബുഷ് എന്നൊക്കെ പറയും. അത് ഓൾറെഡി കംപ്ലയിൻ്റ് ആയിട്ടുണ്ട്. അതൊന്ന് കൈയോടെ മാറ്റിയിടാം. വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവൊക്കെയാണിത്. നിലവിൽ നോർമൽ സാധാരണ തേമാനുള്ളൂ. ബുഷും നിലവിൽ നോർമൽ തേമാനുള്ളൂ. ബെൻഡെക്സിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു, നിലവിൽ വർക്കിംഗ് ഓക്കെയാണ്. ക്ലച്ച് യൂണിറ്റും വർക്കിംഗ് ഓക്കെയാണ്. ബെൽറ്റിൻ്റെ കണ്ടീഷനിലേക്ക് വരുമ്പോൾ ബെൽറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബെൽറ്റിൻ്റെ സെൻറ്റർ ഭാഗമൊക്കെ നല്ല രീതിയിൽ പൊട്ടൽ വന്നിരിക്കുന്നുണ്ട്. ഈ സൈഡൊക്കെ നല്ല രീതിയിൽ പൊട്ടൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുമാതിരി യൂസ് ചെയ്തേക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ തന്നെയാണ്. പക്ഷേ നമുക്ക് അതിൻ്റെ മാക്സിമം അതിൻ്റെ ലൈഫിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കൈയോടെ നമ്മുടെ ഓട്ടം അനുസരിച്ചിട്ട് കൈയോടെ മാറ്റി കളയണമായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ നമുക്കിവിടെ ലോക്കൽ ഓട്ടൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ തൽക്കാലം ഉപയോഗിക്കാം. ഏറ്റവും നല്ലത് മാറ്റി അങ്ങനെ ഒരു ക്രാക്ക് വന്നുകൂടി കഴിഞ്ഞാൽ മാറ്റി കളയാമെന്നുള്ളതാണ്. പിന്നെ ഇവിടെ ചെറിയ ഓട്ടങ്ങളൊക്കെ ഉള്ളൂന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാമെന്ന് മാത്രം. അങ്ങനെയാണെങ്കിൽ തന്നെ നെക്സ്റ്റ് സർവീസിൽ അഴിച്ചു നോക്കുമ്പോൾ കൂടുതൽ പ്രശ്നം കാണിക്കുകയാണെങ്കിൽ അഴിച്ച് മാറ്റാം. നമ്മുടെ ഓട്ടത്തിൻ്റെ അനുസരിച്ച് ഇപ്പോൾ ബെൽറ്റിന് പഴക്കം എങ്കിൽ പോലും ഓട്ടത്തിൻ്റെ അനുസരിച്ചിട്ട് നല്ല ലോഡ് എടുത്ത് ഓടയോ സഡനായിട്ട് ആക്സിലേറ്റർ കൊടുത്ത് ഉപയോഗിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന വണ്ടികളിൽ ബെൽറ്റിൻ്റെ ലൈഫ് കുറയും. അത് സ്വാഭാവികമായിട്ട് വന്ന കേസാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തേക്കുള്ള എഞ്ചിൻ ഹെഡിൻ്റെ സൈഡിൽ ചെറിയൊരു ലീക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ്കറ്റ് അഴിച്ച് മാറ്റിയിടുന്നത് നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ വരിയുടെ കേസ് പറഞ്ഞാൽ നമുക്ക് 2 പ്രശ്നങ്ങൾ കാണിക്കും. ഒന്ന് എഞ്ചിൻ ഹെഡിലെ കരിയുടേതായിട്ടുള്ള അളവ് കൂടിയിട്ടുണ്ട്, അത് പൊല്യൂഷനെയും ബാധിക്കും. പിന്നുള്ളത് കാർബേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റാണ്. കാർബേറ്ററിനകത്ത് ജെറ്റുകൾ ബ്ലോക്ക് ആയി കഴിഞ്ഞാലും വലിയ കൃത്യമായിട്ട് പെട്രോൾ കിട്ടാതെ വരുമ്പോഴത്തേക്കും വലിയനെ ബാധിക്കും സംഭവം. അപ്പോൾ കാർബേറ്റർ നല്ലൊരു ക്ലീനിങ് ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യാൻ കാണുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 500-550 നമുക്ക് ചിലവ് തന്നെ കേസാണ്. ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ ഇൻക്ലൂഡ് അല്ലത്, അത് നമുക്ക് സെപ്പറേറ്റ് അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടി വരുന്ന വർക്കാണ് കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം. കാരണം ഇപ്പോഴത്തെ കണ്ടീഷനിൽ കാർബേറ്റർ കഴിക്കുമ്പോൾ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അതായത് ഇപ്പോഴത്തെ പെട്രോൾ വന്നത് അത്ര പെർഫെക്റ്റ് പെട്രോളൊന്നുമല്ല. 20% എത്തനോൾ മിക്സ് ചെയ്ത പെട്രോളാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് എന്തെങ്കിലും കാർബേറ്ററിനും ഉണ്ടാവും. പിന്നെ അതിൻ്റെ അനുസരിച്ച് മൈലേജിലും വേരിയേഷൻ വരുന്നുണ്ട്. മൈലേജ് കുറവും കാണിക്കുന്നുണ്ട് പൊതുവായിട്ട് കേട്ടോ. അപ്പോൾ നിലവിൽ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. നിലവിൽ അങ്ങനെ ഒരു വലിയുടെ പ്രശ്നം കാണിക്കുന്നുണ്ട്. പിന്നെ എൻജിൻ ഹാങ്ങർ വണ്ടി മെയിൻ സ്റ്റാൻഡിങ്ങിലേക്ക് വയ്ക്കുമ്പോൾ എൻജിൻ ഇവിടെ മൊത്തത്തിലൊരു ഷെയ്ക്ക് വന്ന കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളത് ബോഡി അഴിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ബുഷ് കാര്യങ്ങൾ ചെക്ക് ചെയ്തു, എൻജിൻ ഹാങ്ങർ ചെക്ക് ചെയ്തു. നിലവിൽ വേറെ കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന സിറ്റുവേഷനിലേക്കൊന്നുമില്ല. സ്കൂട്ടറിൻ്റെ എൻജിൻ ചേസുമായി ബന്ധപ്പെട്ട് വെറുതെ ഹാങ് ചെയ്തിട്ടിട്ടുള്ളൂ, വെറുതെ തൂക്കിയിട്ടാണ് എൻജിനാണ്. അതിൻ്റെ ആ കൂടി ബലം വന്നാൽ അതിൻ്റെ ഉള്ളിൽ വന്ന ആക്സിലുമേ ബോഡിയായിട്ടാണ് അതിൻ്റെ ടച്ചിങ് വരാം. ബാക്കിലത്തെ ഷോക്കസർ ഒറ്റ ബോൾട്ടുമേ നിൽക്കാതെ. ശരിക്കും അതാണ് അതിൻ്റെ മെത്തേഡ്. നമ്മൾ എങ്ങനെയൊക്കെയാണ് നോക്കിയാലും ആ ഷെയ്ക്ക് എൻജിൻ നമ്മളൊരു ഗട്ടറിലൊക്കെ ചാടിയാൽ പോലും എൻജിൻ അടക്കമാണ് വണ്ടി ഷോക്കാവണേ. അതായത് ആക്ഷൻ വന്നത് എൻജിൻ അടക്കമാണ് വർക്ക് ചെയ്യുള്ളൂ. അത് പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാവേണ്ടായിരിക്കും. ആദ്യമേ അങ്ങനെ തന്നെയാണ് കേട്ടോ. നിലവിൽ അത് കംപ്ലീറ്റ് ആയിട്ടൊന്നും കാണുന്നില്ല. ഇപ്പോൾ നമ്മൾ അത് അഴിച്ച് എൻജിൻ ഹാങ്ങർ മാറ്റി പുതിയത് വെച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. വർക്കിംഗ് ഇതേപോലെ തന്നെ ആയിരിക്കും. പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷൊക്കെ നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അഴിച്ചാണ്. ആ ഗ്രീൻ ബുഷൊക്കെ ഓൾറെഡി നല്ല രീതിയിൽ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കോളർ ബുഷിനും പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വന്നത് ഫൈബറും മെറ്റലും കൂടിയിട്ടുള്ള ബുഷാണ്. ഫൈബർ ബുഷിൻ്റെ ഉള്ളിൽ മെറ്റൽ ബുഷ് ഇട്ടിട്ട് വരാം. അപ്പോൾ മെറ്റൽ ബുഷ് തേമാനം വന്നിട്ട് അതൊന്ന് മാറ്റിയിട്ടേക്കാം.
കാരണം ഫൈബറിനും തേയ്മാനം ഉണ്ടാവും, പക്ഷേ മെറ്റൽ മാറ്റി ഇടുമ്പോഴത്തേക്കും കുറച്ച് ഒരു പരിധി വരെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് കൂടുതൽ കംപ്ലയിൻറ്റ് വരുമ്പോൾ സെറ്റപ്പ് അടി മാറ്റാനായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ അതേപോലെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ഇടയ്ക്ക് ടൈറ്റ് ആവുന്ന രീതിയിൽ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പുതിയ ലൈനർ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യുന്നുണ്ട്. വേറെ കംപ്ലയിൻ്റ് എന്ന് പറയാനൊന്നും പ്രത്യക്ഷത്തിൽ കാണണമെന്നില്ല, എന്നാലും പറഞ്ഞ രീതിയിൽ നമ്മളതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ ബ്രേക്ക് ക്യാം ഗ്രീസിങ് ഉള്ളതാണ്, കൂട്ടത്തിൽ നമ്മളത് ചെയ്ത് വിടുന്നുണ്ട് എന്തെങ്കിലും കേട്ടോ. ഫ്രണ്ടിലത്തെ ടയർ പുതിയ ടയർ കിടക്കണം, അപ്പോളോൻ്റെ ടയറാണ്, കമ്പനി വരുന്ന മോഡൽ ടയറാണ്, നല്ല ടയറാണ്. ഈ മോഡൽ ടയറാണ് നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് ഉപയോഗിക്കേണ്ടത് തന്നെയാണ്. ഫ്രണ്ട് വീൽ ബെയറിങ് നമ്മൾ ചെക്ക് ചെയ്തു, ഫ്രണ്ട് വീലിൻ്റെ ഹബ്ബൊക്കെ ചെക്ക് ചെയ്തു, വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാറ്ററി ഇതുമ്പോൾ ഇരിക്കുന്നത് എക്സൈഡിൻ്റെ ബാറ്ററിയാണ്, 12 വോൾട്ട് 4 ആമ്പിയറാണ് ബാറ്ററി കപ്പാസിറ്റി. അപ്പോൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. നമുക്ക് അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 12.90 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ലോഡ് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ 8.72 വരെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരല്പം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ പ്രോബ്ലം ഇല്ല, ഉപയോഗിക്കാം. പിന്നെ പ്ലഗ് ഓൾറെഡി മാറ്റണ കേസ് പറഞ്ഞിട്ടുണ്ട്, സ്പാർക്ക് പ്ലഗ് ചേഞ്ച് ചെയ്യണ കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയേക്കാം. പിന്നെ എഞ്ചിൻ ഓയിൽ കൂട്ടാതെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ഓയിൽ നല്ല ഓയിലാണ് കിടക്കണത്, ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ടോട്ടൽ ഇതാണ് നിലവിൽ നമുക്ക് സർവീസ് ചെയ്യുന്ന വർക്കുകളും അതിൻ്റെ ഏകദേശം ചെയ്യേണ്ടുന്ന ഭാഗങ്ങളുമാണ് ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് പറഞ്ഞേക്കണേ. അതിന് മാറ്റിയിട്ട് വരുന്ന ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ഗ്രീൻ ബുഷ് മാറണം, ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കോളർ ബുഷ് ഉണ്ട് മെറ്റലിൽ, അത് 2 മാറ്റിയിടണം. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഈ ഹെഡിനകത്ത് വരുമ്പോൾ ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റും മൗണ്ട് റബ്ബർ, ആ 2 ഐറ്റം അതിനകത്ത് മാറ്റാനുണ്ട്. ക്ലച്ചിലേക്ക് വരുമ്പോൾ ഈ പീസെറ്റ് സ്ലൈഡ് എന്ന് പറയുന്ന ഈ ബുഷ്, പ്ലാസ്റ്റിക്കിൻ്റെ ബുഷും ബെൽറ്റും എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ ഉപയോഗം നോക്കിയിട്ട് ബെൽറ്റ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, വലിയ കാര്യമായിട്ടുള്ള ഓട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാം. കൂട്ടത്തിൽ കൂടെ മാറ്റി പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമ്മൾ പറയുമ്പോൾ മാറ്റുന്നൊരു എസ്റ്റിമേറ്റാണ് പറയണത്, നോക്കിയിട്ട് പറഞ്ഞാൽ മതി. കാരണം അതല്ലെങ്കിൽ വഴിയിൽ അങ്ങനെ ബെൽറ്റ് പൊട്ടിപ്പോയി വഴി പെട്ടുപോയി കഴിഞ്ഞാലും ഇതിൽ കൂടുതൽ പൈസ നമുക്ക് ആ വഴിക്കും നഷ്ടം വരും. അതേപോലെ ബാഗിലത്തെ ബ്രേക്ക് ലൈനറും ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഇത്രയും ഭാഗം ഉൾപ്പെടുത്തിയതിൻ്റെ എസ്റ്റിമേറ്റ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം, അതനുസരിച്ചിട്ടാണ് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്.